വിയറ്റ്നാമിലെ ഫുക്കോക് ദ്വീപിന് സമീപം ഇന്ത്യൻ സഞ്ചാരികളുമായി പോയ ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മരിച്ചവരിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 3 പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള 10 പേരും ഉൾപ്പെടുന്നു. കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികൾ AC തോമസ്, ഭാര്യ ലൗനി തോമസ് എന്നിവരാണ് മരിച്ചത്. ദൗർഭാഗ്യകരവും വേദനാജനകവുമായ സംഭവമാണ് നടന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. തീർച്ചയായും വളരെ ദൗർഭാഗ്യകരമായ തികച്ചും വേദനാജനകമായൊരു സംഭവമാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം അറിഞ്ഞത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ നിന്ന് വിയറ്റ്നാമിലേക്ക് യാത്രയായതായിരുന്നു. ആ സംഘത്തിലുണ്ടായിരുന്ന 15 പേരിൽ 2 മലയാളികൾ അവർ കൊട്ടാരക്കര സ്വദേശികളാണ്. MD അപ്പോൾ തന്നെ എംബസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റോടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ദുഃഖത്തോടുകൂടി മാത്രമേ നമുക്ക് ഈ വീട്ടിൽ വരാൻ കഴിയുകയുള്ളൂ. വിദേശകാര്യമന്ത്രിയായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസഡറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്ത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മരണപ്പെട്ട 15 പേരുടെയും മൃതശരീരങ്ങൾ അവരുടേതായ സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ്. എംബസി വളരെ ആക്റ്റീവായിട്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എംബസി ഉദ്യോഗസ്ഥന്മാരിപ്പോൾ സ്പോട്ടിലുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എംബസിയോട് അഭ്യർത്ഥിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. ഇരുവരും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 32 യാത്രക്കാരാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോൺമേ റൂട്ട് എൻഗോയ് ദ്വീപിൽ നിന്ന് ആൻതോയ് തുറമുഖത്തേക്ക് യാത്ര തിരിച്ച യാത്രാ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്നും വിയറ്റ്നാമീസ് അധികൃതരുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അനുശോചനം രേഖപ്പെടുത്തിയ കേന്ദ്രമന്ത്രി S. ജയശങ്കർ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിച്ചു.